ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മട്ടൻ കറിയുടെ റെസിപ്പി ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് വേണ്ടത് 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അത് എല്ലും നല്ല കൊഴുപ്പും കൂടെ ചേർന്ന് മട്ടനാണ് എടുക്കേണ്ടത്. 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, സവാള വേണം, ചെറിയ ഉള്ളി വേണം, ഒരു 20 ചെറിയ ഉള്ളി, 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, പച്ചമുളക് 2 എണ്ണം, പിന്നെ പട്ട, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ, കറിവേപ്പില, പിന്നെ നമുക്ക് പെരിഞ്ജീരകപ്പൊടിയും വേണം, ഗരം മസാലയും വേണം, 1 സ്പൂൺ എണ്ണ, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് കുക്കറിലാണ് വയ്ക്കുന്നത്. 3 വിസിൽ കേൾക്കണം കുക്കറിൽ. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു എല്ലാം ഇട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് സവോളയും ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് വഴറ്റി പച്ചമുളക് കൊണ്ടിട്ട് വഴറ്റാം. അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് ഏലക്കായും ഗ്രാമ്പും പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, ചെറിയ ഉള്ളി, പച്ചമുളക് കൂടെ ഇട്ട് വഴറ്റാം. നല്ലപോലെ വഴണ്ടതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർക്കാം. അപ്പോൾ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ മസാലയും നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ചുമ്മാക്കിക്കോണം. എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി 1.5 സ്പൂണാണ് മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം, 1 സ്പൂൺ. പിന്നെ ഗരം മസാല പിന്നെ ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് നല്ലപോലെ പച്ചമണം മാറണം. പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി 1 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ, തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം മട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം നല്ലപോലെ മൂത്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടൺ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, കാര്യം മട്ടണിൽ വെള്ളം ഉണ്ട്. അപ്പം നല്ല കറി കാണും. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് വെന്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് ഞാൻ അതിൽ കിടന്ന് വരട്ടിയെടുത്തു. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് 3 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് മാറ്റാം. ഇപ്പം മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. 4 വിസിൽ കേൾക്കണം. 3 എടുത്തപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. അപ്പം 4 വിസിൽ കേട്ടിട്ട് ഓഫ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്താൽ മതി. കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കടുക് കൂടെ വറുത്ത് ഒഴിക്കാം. കടുക് വറുക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി.
അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ മട്ടൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരട്ടിയാണ് മട്ടൻ കറിയുടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരട്ടിയും മട്ടൻ കറിയും നല്ല കോമ്പിനേഷനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി ഇഷ്ടപ്പെടും. കഴിക്കാത്തതെല്ലാം ഇതേ കോമ്പിനേഷനിൽ തന്നെ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.